നമസ്കാരം. പ്രവാസി ഇന്ത്യൻ സമൂഹത്തിലെ ഗാർഹിക പീഡന പരാതികൾ പരിഹരിക്കുന്നതിനും ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കുന്നതിനുമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ റൈസ് പദ്ധതിയിൽ ഇതുവരെ ലഭിച്ചത് 25 ഗാർഹിക പീഡന പരാതികൾ. ഇരകളിൽ 95% സ്ത്രീകളാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നതും സാമ്പത്തിക പ്രശ്നങ്ങളാണ്. വരവറിയാതെയുള്ള ചെലവഴിക്കൽ, കൂടാതെ ഭാര്യയെ കൊണ്ട് വായ്പ എടുപ്പിക്കൽ, ക്രെഡിറ്റ് കാർഡും ചെക്കും കൈക്കലാക്കൽ, സാമ്പത്തിക അച്ചടക്കമില്ലാത്തതിനെ തുടർന്ന് വരുന്ന സാമ്പത്തിക ബാധ്യതകൾ, ലഹരി, ഒടുവിൽ ഇത് കുടുംബവഴക്കിലേക്ക് എത്തുന്നു. 2 ആഴ്ചകളിലായി മുന്നിലെത്തിയ 25 കുടുംബങ്ങളിലും പ്രധാന വില്ലൻ സാമ്പത്തികം തന്നെയായിരുന്നു. ഈ മാസം 2-നാണ് റൈസ് പ്രവർത്തനം തുടങ്ങിയത്. പദ്ധതി വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പുരുഷന്മാരും സഹായം തേടിയെത്തി. ഇതിലൊന്ന് സാമ്പത്തിക തട്ടിപ്പ് പരാതിയാണ്. മലയാളിയായ ഭർത്താവിനെ കബളിപ്പിച്ച് 1 ലക്ഷം ദിർഹം തട്ടിയെടുത്ത കേസാണിത്. ഇതേ തുടർന്ന് എഞ്ചിനീയറും ഒരു പ്രമുഖ കമ്പനിയിലെ മാനേജറുമായ ഭർത്താവിന് ജോലിയും നഷ്ടമായി. ആരും അറിയാതെ കമ്പനിയിൽ നിന്ന് തുക പിൻവലിച്ച് തിരിമറി നടത്തിയതിന് ഇയാളിപ്പോൾ നിയമ നടപടി നേരിടുകയാണ്. കുടുംബത്തിനകത്തെ അസ്വസ്ഥത കയ്യാങ്കളിലെത്തിയ സംഭവത്തിൽ ഷാർജ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബങ്ങൾക്കകത്തെ അസ്വസ്ഥത കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു.